RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകും ഇന്നലെ രാത്രി നടന്ന കാറ്റാലൻ ഡെർബിയെ കുറിച്ചാണ്. ബാഴ്സലോണ വിസസ് എസ്പാനിയോൾ മത്സരത്തെ കുറിച്ചാണ്. കളിച്ചത് എസ്പാനിയോൾ ആണെങ്കിലും ജയിച്ചത് ബാഴ്സലോണയാണ്. ബാഴ്സലോണ ആരാധകര് ഈ ചങ്ങായിക്ക് ഒരുപാട് നന്ദി പറയണം. ജോൺ ഗാസി എന്ന് പറയുന്ന പഴയ എസ്പാനിയോളിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഇപ്പൊ ബാഴ്സലോണ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ ഗാസിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയായാലും ഈ 3 പോയിന്റ് നേടിക്കൊടുത്തു. കിടിലൻ 6 സേവുകൾ, അതിൽ 4 ഉറച്ച ഗോളുകൾ സേവ് ചെയ്തിട്ടാണ് ഈ ചങ്ങായി ഇന്ന് മാൻ ഓഫ് ദി മാച്ചും കൂടി തൂക്കിയിട്ടാണ് പഴയ ക്ലബിന്റെ മൈതാനത്ത് ഇന്ന് ചങ്ങായി ആണുങ്ങളിൽ ആണായിട്ട് വിശ്വരായിട്ട് നിന്ന് പൊരുത്തിയത്. ഗ്രൗണ്ടില് ഗ്രാസിയ തിരിച്ചു വന്നപ്പോൾ തന്നെ എസ്പാനോളിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തിൽ ആ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ തന്നെ കാണികൾ മൊത്തം കൂകി വിളിച്ച്, അതേപോലെ തന്നെ കൊടികൾ, ഈ എലിയുടെ ഒരു ഇതുണ്ട് ഫ്ലാഗ്, എലിയുടെ ഇതുള്ള ഫ്ലാഗ് കൊണ്ടാണ് ഈ ചങ്ങായിനെ വരവേറ്റത്. അതിനുള്ള മറുപടി പട്ടി കൊണ്ട് തട്ടി വാങ്ങിക്കാന്ന് പറയില്ല, അമ്മാതിരി സാധനമാണ് എസ്പാനിയോളിന്റെ കാണികൾ ഇന്ന് കാണിച്ചത്. എന്താ പറഞ്ഞാല് ഒരു പ്ലെയർ വേറൊരു ക്ലബിൽ പോകുന്നത് ആ ക്ലബിന്റെ ലാഭത്തിനോട് 25 മില്യണൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. അല്ലാതെ എൻ്റെ ഫിഗോ പോയ പോലെയുള്ള പരിപാടി ഒന്നല്ല. ഫിഗോക്കെതിരെ ബാഴ്സലോണ ചെയ്തൊക്കെ മോശമായ കാര്യങ്ങളൊക്കെയാണ്. പന്നീന്റെ തല കൊണ്ടൊക്കെ എറിഞ്ഞിട്ടാണ് ആ ചങ്ങായിനെ കോർണർ കിക്കിന് വേണ്ടി വരവേറ്റത്. അതും ഇന്ന് കുറെ കുപ്പികളെ കൊണ്ട് ഇറക്കേണ്ടത് എസ്പാനോളിന്റെ ആ 2 ഗോള് കിട്ടിയപ്പോൾ എസ്പാനോളിന്റെ കാണികൾ ചെയ്തത് ഇതൊക്കെ മോശത്തരം തന്നെ, അല്പത്തരം തന്നെ പറയാൻ പറ്റുള്ളൂ. കളിച്ച് ജയിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ കളിച്ചില്ല എന്ന് പറഞ്ഞാൽ എസ്പാനോള് ഗംഭീര പെർഫോമൻസ് ആണ് ഇന്ന് ഫുൾ ഓഫ് ചെയ്ത്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ കളിന്റെ അപ്പുറത്തുള്ള ഈ കാര്യങ്ങളിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത, കളിക്കുമ്പോൾ ഗ്രൗണ്ടിൽ അതെല്ലാം അവസാനിക്കണം. ഇത് കാറ്റാലൻ ഡെർബിയാണ്. അപ്പോൾ ശരിക്കും ഒരു എൽ ക്ലാസിക്കോ പോലുള്ള ഒരു മത്സരം തന്നെയാണ്. അവിടുത്തെ 2 ടീമുകൾ, പ്രമുഖ ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അത് ഇതിൽ കുറഞ്ഞൊന്നും ഇതൊന്നും പോലെ ശരിക്കും ഗ്രൗണ്ടിൽ തന്നെ ഇതിൻ്റെയൊക്കെ കാണും. പക്ഷെ ഒരു 75-80 മിനിറ്റ് വരെ 2 ടീമുകളും, അതിൽ എസ്പെഷ്യലി പറയേണ്ട എസ്പാനിയോളുടെ ഇന്നത്തെ ഒരു പ്രസ്സിംഗ് ആണ്. ബാഴ്സലോണനെ ഒന്നുമില്ലാതാക്കി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഫുൾ ഓഫ് ചെയ്തത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പെഡ്രിയും നമ്മുടെ ഫെർമിനും ലെവൻഡോസ്കിയൊക്കെ ഇറങ്ങിയപ്പോൾ കളി മാറുന്ന അവസാനത്തിൽ 10-15 മിനിറ്റ് കിടിലൻ കളിയായിരുന്നു ബാഴ്സലോണ. അതിൽ 1-2 ചാൻസുകൾ എറിഗ്രാസിയൊക്കെ കിട്ടിയൊരു അറ്റംപ്റ്റ് ഉണ്ടല്ലോ, എസ്പാനോളിന്റെ ഗോൾ കീപ്പർ സേവ് ചെയ്ത്, അതേപോലെ തന്നെ കുണ്ടേ കിട്ടിയ ചാൻസ്, അതേപോലെ യമാലിന്. അങ്ങനെ യമാലിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിറം മങ്ങിയ ഒരു പ്രകടനം എന്ന് പറയാം. ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെയോ കുറച്ച് ഡ്യുവൽ വിൻ ചെയ്ത് ട്രിബിളിങ് കാര്യങ്ങളൊക്കെ ചെയ്തെന്നല്ലാതെ സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ കൊണ്ടുപോയി 2 ആളാണ് യമാലിന് വേണ്ടി മാറ്റി. അതിപ്പോ ഏത് ടീമായാലും ഇപ്പൊ 2 ആൾക്കാർ യമാലിനെ നോക്കിടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ റഫീനെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കളിയിൽ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല, ജോൺ ഗാസിയ എന്ന ഈ മുതലിനെ ബാഴ്സലോണ സൈൻ ചെയ്തതിന് ബാഴ്സലോണ മാനേജ്മെന്റ് കൊടുക്കണം ഒരു 10 മാറ്റി. എന്താന്ന് പറഞ്ഞാല് 25 മില്യൺ ആണ്. അവിടെ 2 ഗോൾ കീപ്പർമാർ റിസർവിൽ ഇരിക്കുക. ആരെയൊക്കെ സ്റ്റേഗനും ചെസ്നിയും ഉള്ള ആലോചിക്കണം. വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർമാരായ 2 പേരിനെ പുറത്തിരുത്തിയിരിക്കണം. അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് ബാഴ്സലോണ ആരാധകരോടാണ്, അതല്ല സ്പെയിനിന്റെ ആരാധകരോടാണ്. എന്തുകൊണ്ടാണ് ഈ ചങ്ങായി ഇമ്മാതിരി പെർഫോമൻസ് ചെയ്തിട്ടും സ്പെയിനിന്റെ നാഷണൽ ടീമിന് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടാൻ പിടിക്കാതിരുന്നത്? പറഞ്ഞാൽ റയയും സിമിയോണും അറ്റന്റിക്കോ ബിൽബാവോയുടെ ഗോൾ കീപ്പറും ഇവരൊക്കെ മിന്നും ഫോമിലാണ്. ഞാൻ കഴിഞ്ഞ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ സേവ് ഓഫ് ദ ഇയർ എന്ന് പറഞ്ഞാൽ റയോയുടെ ആ സേവ് ആയിരുന്നു. പക്ഷെ ഇന്നത്തെ ആ എസ്പാനിയോളുടെ ആ ഒരു ഹെഡർ സേവ് ചെയ്ത് അകറ്റുന്നുണ്ട്. ആ ഒരു സെറ്റ് പീസ് വരുന്ന സമയത്ത് തന്നെ ഈ ചങ്ങായി ഫസ്റ്റ് ഗോൾ എടുക്കാൻ വേണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലായി ഇത് എന്തായാലും ഹെഡർ ഗോൾ വരുന്നുണ്ടോ. ജസ്റ്റ് പൊസിഷനിലെ ബാക്കിൽ വന്ന് കറക്റ്റ് എമാതിരി ആ തട്ടി വീഴുന്നത്. നിങ്ങൾ ഈ ഒരു ഫോട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റും, ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാൻ പറ്റും എമാതിരി ആ ഒരു സേവ്. ആ അവരുടെ ഹെഡ് ചെയ്ത പ്ലെയർക്കും അവരുടെ പ്ലെയേഴ്സിനൊക്കെ വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന ഒരു സിനാരിയായിരുന്നു. അതേപോലെ തന്നെ എണ്ണം പറഞ്ഞ 4 ഡൈവുകളാണ് ഇന്ന് ആളെടുത്തിട്ടുള്ളത്. ഇന്ന് എനിക്ക് വേറെ ആരെ കുറിച്ച് ഒന്നും പറയാനുള്ള ഇതില്ല. സെക്കൻഡ് ഹാഫില് ഫെർമിന്റെ 2 അസിസ്റ്റന്റ് ആയിരുന്നു, കിട്ടുമായിരുന്നു, അതിനൊന്നും ഒരു സംശയമില്ല. അതിൽ ഓൾമോഡ ഗോൾ ഒന്നും പറയാനില്ല. ഈ ചങ്ങായി ഇടയ്ക്കെങ്ങാനും ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കുള്ളൂ. പക്ഷെ അത് ഗോൾ കീപ്പർ അത്ര നേരം എസ്പാനോളുടെ ഗോൾ കീപ്പർ കത്തി നിന്ന് ഗോൾ കീപ്പറിനെ നിശബ്ദമായി ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് ബോള് ഗോൾ പോസ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ചങ്ങായി നിന്ന് നോക്കുക ബാക്കിലേക്ക്. അമ്മാതിരി ഒരു അസിസ്റ്റും അമ്മാതിരി ഒരു കിക്കിലെ ഗോളും. അതിനുശേഷം നമ്മുടെ സാക്ഷാൽ ലെവൻഡോസ്കിയുടെ കൂടി ഗോൾ വന്നപ്പോൾ അതിനും ഫെർമിനാണ് അസിസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം ആലോചിക്കണം. വേറെ വല്ല പ്ലെയേഴ്സ് ആണെങ്കിൽ അടിച്ചങ്ങട് കയറ്റിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചെക്കൻ ആര് ലെവൻഡോസ്കി ആശാൻ ആ പരിചയസമ്പന്നതയുടെ ആ ഒരു ബേസിൽ ആ ചിപ്പ് ചെയ്തിട്ടാണ് ഗോൾ എങ്ങനെയാണ് ശരിക്കും ഡയറക്റ്റ് അടിച്ചടങ്ങിയ ഒന്നിലേക്ക് ഗോൾ കീപ്പർ അല്ലെങ്കിൽ ഡിഫൻഡറിന്റെ കാലിൽ തട്ടിയിട്ട് മേലെ തട്ടിയിട്ട് അത് ബോൾ ആവുണ്ടാവില്ല. പക്ഷെ ഈ ചങ്ങായി ആ ഒരു ചിപ്പ് ചെയ്തിട്ട് ഇടുന്ന സാധനമുണ്ട്. ഞാനും വിചാരിച്ചു ഏതൊരു പ്ലെയറുടെ മേലെ തട്ടിയിട്ടാണ് ഉള്ളിൽ പോയതെന്ന്. ആരുടെ ഒന്ന് നോക്കാൻ വേണ്ടി റീപ്ലേ കണ്ടപ്പോഴാണ് മനസ്സിലായത്
ലെവൻഡസ്കിയുടെ തന്നെ സാധനമായിരുന്നു ഇത്. അത് ഗംഭീരമായിരുന്നു ആ സാധനം, ഒന്നും പറയാനില്ല. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഹാഫ് മുതൽ തന്നെ ബാഴ്സലോണയ്ക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വല്ലാത്തൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന മത്സരത്തിൽ കുറച്ച് പണിയാണ്. അത് ഇന്റർനാഷണൽ ബ്രേക്ക് ആയിക്കോട്ടെ, ക്രിസ്മസ് ന്യൂ ഇയർ ഇങ്ങനത്തെ ബ്രേക്കുകളായിക്കോട്ടെ, എന്താണെങ്കിലും അവര് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും. പക്ഷെ ഇന്ന് ആ സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ വീണപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഒരു ആശ്വാസമായിരുന്നു. പക്ഷെ കളി മോശം തന്നെയായിരുന്നു ഫസ്റ്റ് ഹാഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ. റാഷ്ഫോർഡ്, ഫെറാൻ ടോറസിന്റെ ഒക്കെ ഇന്നത്തെ എന്താ പറയാ, ഫെറാൻ ടോറസിന്റെ ഒന്നുമില്ല, ഇന്ന് 0 ആണ്. ഗോളില്ല, അസിസ്റ്റ് ഇല്ല, മിസ് പാസുകളുടെ ഘോഷയാത്രയായിരുന്നു, ഷോട്ട് ഓൺ ടാർഗറ്റ് ഇല്ല, ഒന്നുമില്ല. റാഷ്ഫോർഡും അതേപോലെയൊക്കെ തന്നെയാണ്. റാഷ്ഫോർഡ് കുറച്ചൊക്കെ അത്യാവശ്യം ഫസ്റ്റ് ഹാഫിൽ എന്തൊക്കെ നോക്കി, അത് കാരണം തന്നെ ഫസ്റ്റ് ഹാഫിൽ റാഷ്ഫോർഡിനെയും ഫെറാൻ ടോറസിനെയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫെഡ്രി സെക്കൻഡ് ഹാഫിൽ വന്നു. കുറച്ച് ഫെഡ്രിക്ക് അടക്കം മിസ്സിംഗ് ഉണ്ടായെന്ന് പറയുന്നതാണ് ഇന്നത്തെ മത്സരത്തിൽ. എനിക്ക് ആ ഫസ്റ്റ് ഒരു ബോളൊക്കെ കൊടുത്ത് 1-2 ബോളൊക്കെ കൊടുത്തത് എവിടേക്കാണ്. അങ്ങനെ ഉണ്ടാവും, എല്ലാ കളിയിലും എല്ലാവരും കംപ്ലീറ്റ് പക്കായിട്ട് കളിക്കില്ലല്ലോ. പക്ഷെ ആശാൻ വന്ന ശേഷം ആശാന്റെ ഒരു ഇന്റർസെപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ട്രിപ്പിളിങ്ങും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല പാസിങ്ങും കാര്യങ്ങളൊക്കെ. ഡിജോണ് ഒന്ന് ഫയർ ആവണമെങ്കിൽ ഇറങ്ങണം, ഫെഡ്രി കൂടെ വേണം. ഫെഡ്രി ഇല്ലാണ്ടിരുന്ന ഡിജോൺ ഒന്നുമില്ല, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഓൾമോയും ഫെർമീനും ഒക്കെ വന്നപ്പോൾ സെക്കൻഡ് ഹാഫ് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് 2 പോയിന്റ് നേടിക്കൊടുത്തു എന്നുള്ള കാര്യത്തിലാണ്. ജോൺ ഗ്രാസിയനെ എന്തിനാണ് വിട്ട് കളഞ്ഞതെന്ന് ഇപ്പൊ എസ്പാനിയോളിന്റെ മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ടാവും. 25 മില്യണൊക്കെ കിട്ടിയാണ് ശരിയാണ്, പക്ഷെ ഇങ്ങനത്തെ ഒരു മുതലിനെ ഇതേപോലെ പണ്ട് ലാപാസ്മ ചെറിയൊരു പൈസക്കാണ് ഫെഡറിനെ വിട്ടുകൊടുക്കുന്നത്. ഇപ്പൊ അവരിങ്ങനെ കൈവച്ചിട്ടുണ്ടാവും. ചുരുങ്ങിയത് ഒരു 50 മില്യണേയും കിട്ടുന്ന സാധനത്തിനാണ് ഇത്രയും ചെറിയ പൈസക്ക് കൊടുത്തു കളഞ്ഞെന്ന് ആലോചിക്കുന്നുണ്ടാവും. അങ്ങനെ ചില സാധനങ്ങളെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന, എനിക്ക് പറയാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം സൈനിങ്ങിൽ ഈ ഒരു ചങ്ങായിനെ റൂണി അതേപോലെ റാഷ്ഫോർഡ് ഇവർ 3 സൈൻ ചെയ്തൊരു ബാഴ്സ മാനേജ്മെന്റിന് ഒരു തംസപ്പ് തന്നെ കൊടുക്കണം. എന്താ കാരണം ആകെ 2025 88 മില്യണാണ് മൊത്തമായിട്ട് ബാഴ്സലോണ ചെലവാക്കിയത്. പൈസ ഇല്ലാത്തൊക്കെ കാര്യമൊക്കെ ശരിയാണ്, ഞങ്ങളുടെ ക്ലബിന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അത്ലറ്റിക്കോ മഡ്രിഡാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അതിന് തൊട്ട് താഴെ റയൽ മഡ്രിഡ്, വില്ലേരല്, റയൽ ബെറ്റിസ്. ഇത് കഴിഞ്ഞ് 5ാം സ്ഥാനത്താണ് ബാഴ്സലോണ പറയുന്ന ഒരു ക്ലബ്ബ് അവരുടെ കഴിഞ്ഞ 2025 മുടക്കിയ. അതിൽ വെർത്തായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ ജോൺ ഗ്രാസിയും റൂണിയും അതേപോലെ റാഷ്ഫോർഡ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റാഷ്ഫോർഡ് ഇന്നത്തെ മത്സരത്തിൽ ചെറിയ ഭംഗിയാണെങ്കിൽ ആള് ആ ലീഗിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയിട്ട് ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ ഗോൾ സ്കോറിംഗിൽ എല്ലാത്തിനും ഓക്കെയാണ്. ചില മത്സരങ്ങൾ, ചില ഈ ഒരു ഇന്റർനാഷണൽ ബ്രേക്ക് അങ്ങനത്തെ വലിയ ബ്രേക്ക് കഴിയുമ്പോൾ ബാഴ്സലോണ പ്ലേയേഴ്സിന് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. അതേപോലെ തന്നെ ഡിഫൻസിനും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഫസ്റ്റ് ഹാഫിൽ എണ്ണം പറഞ്ഞ 2-3 ഗോളുകൾ എസ്പാനിയോളിൽ അടിക്കേണ്ട ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പോയിന്റ് ടേബിളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 19 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 16 വിജയവും 1 സമനിലയും 2 തോൽവി അടക്കം 49 പോയിന്റുമായിട്ട് ബാഴ്സലോണയാണ് ഇപ്പോൾ ലീഗിന്റെ തലപ്പത്തുള്ളത്. 2ാം സ്ഥാനക്കാരുള്ള റയൽ മഡ്രിഡായിട്ട് 7 പോയിന്റിന്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്കൊരു കളി ബാക്കിയുണ്ട്. 18 മത്സരങ്ങൾ റയൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 13 വിജയവും 3 സമനിലയും 2 തോൽവി അടക്കം 42 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തിന്. 3ാം സ്ഥാനത്തുള്ള വില്ലേറിലാണ് 17 മത്സരങ്ങൾ അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. 12 വിജയവും 2 സമനിലയും 3 തോൽവി അടക്കം 38 പോയിന്റുമായിട്ട് അവർ 3ാം സ്ഥാനത്തുള്ളത്. 4ാം സ്ഥാനത്തുള്ള അത്ലറ്റിക്കോ മഡ്രിഡ് ആണ് 18 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 11 വിജയവും 4 സമനിലയും 3 തോൽവി അടക്കം 37 പോയിന്റുമായിട്ട്. 5ാം സ്ഥാനത്ത് എസ്പാനിയോൾ ഉണ്ട്. അപ്പോ നാളത്തെ മത്സരം റയൽ ബെറ്റീസ് ആയിട്ടാണ് റയൽ മഡ്രിഡിന്റെ മത്സരം. അപ്പോൾ റയൽ ബെറ്റീസ് ആയിട്ടുള്ള മത്സരത്തിന്റെ ഫലം ബർണബാവിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ മത്സരത്തിന്റെ ഫലത്തിന് ശേഷമായിരിക്കും ബാഴ്സലോണയ്ക്ക് എത്ര പോയിന്റ് ലീഡുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ എസ്പാനിയോള് 13 ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. അതിൽ 8 എണ്ണം ഓൺ ടാർജറ്റിൽ എടുത്തപ്പോൾ ബാഴ്സലോണ 13 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. ഇതേ ഷോട്ടുകളാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഓൺ ടാർജറ്റ് നോക്കിക്കഴിഞ്ഞാൽ 6 എണ്ണമാണ് അവിടെ ഉള്ളൂ. 216 പാസുകൾ മാത്രമേ എസ്പാനിയോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 541 പാസുകൾ ബാഴ്സലോണയുടെ ഭാഗത്തുണ്ടായിരുന്നു. പാസിംഗ് അക്യൂറസി നോക്കുകയാണെങ്കിൽ 71% എസ്പാനിയോളുള്ളൂ. 90% പാസിംഗ് അക്യൂറസിയാണ് ബാഴ്സലോണയുടെ ഭാഗത്തുള്ളത്. എനിക്ക് തോന്നുന്നു എസ്പാനിയോളുടെ ആ മിഡ്ഫീൽഡൊക്കെ നല്ല രീതിക്ക് ഇന്ന് വർക്കൗട്ടാണ്. എമ്മാതിരി പാസുകളും എമ്മാതിരി ഡിവലുകൾ, അതുപോലെ ട്രിപ്പിളിംഗ് ഒക്കെ ആ ചെങ്ങായിമാർ പറഞ്ഞാൽ ഗംഭീരമായിട്ട് ഇന്ന് കളിച്ചിട്ടുണ്ട്. 5ാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നതെന്ന് ആലോചിക്കണം. 10 ഫൗള് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇവിടെ 14 ഫൗളുകൾ ബാഴ്സലോണ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെല്ലോ കാർഡ് എസ്പാനിയോളിൽ ഒന്ന് വലിയ യെല്ലോ കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും റഫറി അത്ര വലിയ കാര്യമായിട്ടൊന്നും യെല്ലോ കാർഡിനും ഫൗളുകൾക്കൊന്നും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. റെഡ് കാർഡ് ഒന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓഫ് സൈഡ് നോക്കുകയാണെങ്കിൽ 4-2 ആണ്. കോർണേഴ്സ് വിൻ ചെയ്തത് എസ്പാനിയോൾ 5 കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ബാഴ്സലോണയുടെ ഭാഗത്ത് നോക്കുമ്പോൾ 7 കോർണേഴ്സ് വിൻ ചെയ്തു. എസ്പാനിയോളിന്റെ ഭാഗത്ത് 100% ടാക്കിൾ വിൻ ചെയ്തിട്ടുണ്ട് 5 എണ്ണം. അതേപോലെ ബാഴ്സലോണയുടെ ഭാഗത്ത് 86%, 19. ഓക്കെ, ഈ സേവ്സ് നോക്കുകയാണെങ്കിൽ 6 സേവുകളാണ്
നടത്തിയിട്ടുള്ള ജോൺ ഗാർസിയ എന്ന ഗോൾ കീപ്പർ. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്പാനിയോളിന്റെ ഗോൾ കീപ്പർ ചെറിയ 2 സേവുകൾ നടത്തിയിട്ടുണ്ട്. ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 26ഉം 27ഉമാണ് ഉള്ളത്. സ്പാനിയോൾ 26ഉം ബാഴ്സലോണ 27ആണ്. ഇന്റർസെപ്ഷൻ നോക്കുകയാണെങ്കിൽ 3 നമ്മുടെ സ്പാനിയോളിന്റെ ഭാഗത്തുണ്ടായപ്പോൾ 6 ബാഴ്സലോണ. ബ്ലോക്സ് നോക്കുകയാണെങ്കിൽ 2 സ്പാനിയോളിന്റെ ഭാഗത്തും 6 നമ്മുടെ ബാഴ്സലോണയുടെ ഭാഗത്തും. എനിക്ക് അതിൽ കൂടുതൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 20-ാം മിനിറ്റാണ് തോന്നുന്നുണ്ട് സ്പാനിയോളിന്റെ ഒരു കൗണ്ടർ വരികയാണ്. അപ്പോൾ ഗോൾ കീപ്പറിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ജെറാർഡ് മാർട്ടിൻ വരികയാണ്. പക്ഷെ ബോളും അവരുടെ അറ്റാക്കറും കൂടിയിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ജെറാർഡ് മാർട്ടിന്റെ തൊട്ട് പിറകിൽ ജോൺ ഗാസിക്ക് ഒന്നും ബോൾ എടുക്കാനുള്ള ടൈമില്ല. അതിനു മുമ്പ് എസ്പാനോളിന്റെ അവരുടെ പ്ലെയറിന്റെ കാലിൽ ബോൾ കിട്ടുന്ന മനസ്സിലാക്കിയ നമ്മുടെ ജോൺ ഗാസി എന്ന് പറയുന്ന ഗോൾ കീപ്പർ ചങ്ങായി ജെറാർഡ് മാർട്ടിനെ ഫൗൾ ചെയ്യാൻ തള്ളിയിട്ടാണ്, സ്വന്തം പ്ലെയറെ തന്നെ തള്ളിയിട്ടാണ്. പക്ഷെ ആ തള്ളിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് ഗോളായെന്നെ, അതിൽ യാതൊരു സംശയമില്ല. എന്താ പറഞ്ഞാല് ഗോൾ കീപ്പർക്ക് എന്റെ ഫ്രണ്ടിൽ നമ്മുടെ തന്നെ പ്ലെയറുടെ ഒരു ഡിഫൻഡർ നിൽക്കുകയാണ്, അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ ബോൾ കിടക്കുകയാണ്, എസ്പാനോളിന്റെ ഒരു പ്ലെയർ അടിക്കാൻ പറ്റുകയാണ്. ഞാൻ ഇതിന്റെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പിക്ക് ഷെയർ ചെയ്തായിരിക്കും. എമ്മാതിരി ഒരു മൈൻഡ് റീഡിങ് ആണെന്നൊന്ന് മനസ്സിലാക്കണം ചങ്ങായ ഗോൾ കീപ്പർ. എനിക്ക് 2 കാര്യത്തിലാണ് എസ്പാനോളിന്റെ പഴയ ഗോൾ കീപ്പറായിരുന്ന ജോൺ ഗാസിയ എന്ന് പറയുന്ന ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ നമ്പർ 1 ഗോൾ കീപ്പറായി കൊണ്ട് നിൽക്കുന്ന ഈ ചങ്ങായിനോട് എനിക്ക് ഇന്ന് അത്രയും ഇത് തോന്നിയത് ഈ ഒരു 2 മൈൻഡ് റീഡിങ് ആണ്. ആ ഒരു ഹെഡറും ഈ ഒരു അറ്റംപ്റ്റും. അപ്പോ പൊളി പാറിച്ചു എന്ന് പറയാം. ബാഴ്സലോണ രക്ഷപ്പെട്ടത് ജോൺ ഗാസിയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ. അത് അതിന്റെ ഇടയിൽ ക്യാമറമാൻ കാണിക്കുന്നുണ്ട് സൈഡിൽ, നമ്മുടെ സ്നേഹകനും മറ്റാളും കൂടി ഇരുന്നിട്ട് ആകെ മൂഡ് ഓഫ് ആയിരിക്കുന്ന പോലെ ഒരു ഇരിപ്പുണ്ട് രണ്ടാളും ഇവരെ ഈ സേവ് ചെയ്യുന്ന സമയത്ത്. എന്താന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ഗോൾ കീപ്പർമാരെ ബെഞ്ചിലിരുത്തിയിട്ടാണ് ഈ ചങ്ങായി മാതിരി പെർഫോമൻസ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഫുൾ വിജയത്തിന്റെ ക്രെഡിറ്റും കൊടുത്തിരിക്കുന്നത് ജോൺ ഗാസിയക്കാണ്. അതിൽ 100% 9.1 ആണ് റേറ്റിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഒന്നും പറയാനില്ല മക്കളെ. വേറെ ഞാൻ കുറെ പേരുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, കുറെ മിസ്സും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ എനിക്ക് ഇന്നത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ കളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോൺ ഗാസിയ മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.